everyone, welcome to Krish Talks. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd സെമസ്റ്റർ FYUGP സ്റ്റുഡൻസിൻ്റെ ബിസിനസ് റെഗുലേഷൻസിൻ്റെ ചാപ്റ്റർ 7 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ 7 ഭയങ്കര കുട്ടി ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാപ്റ്റർ 7ഉം 8ഉം ഞാൻ ഈ വീഡിയോയിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് റെഗുലേഷൻസിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കുക. അതിൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. ചാപ്റ്റർ 7 ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്റർ 7ൻ്റെ പേര്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുക. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലീഗലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതായിരിക്കണം. മനസ്സിലായോ? അതായത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ലീഗാലിറ്റി, പിന്നെ കൺസിഡറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ ഒരു മണി വാല്യൂ അല്ലെങ്കിൽ എന്താ പറയുക, മണി ടേംസിൽ നമ്മളൊരു കാര്യം അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സെക്ഷൻ 10 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് പ്രകാരമാണ് ഇവിടെ കൺസിഡറേഷനെ കുറിച്ചും ലോഫുൾ ഒബ്ജക്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സർക്കംസ്റ്റൻസസ് കൊടുത്തിട്ടുണ്ട്. അണ്ടർ വിച്ച് ദ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ അൺലോഫുൾ. അതായത് നിയമപരമായിരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിയമപരമല്ലാത്ത സിറ്റുവേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. ഫോർബിഡൻ ബൈ ലോൻ്റെ മീനിങ് വരുന്നത് ഇല്ലീഗൽ എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. ഇല്ലീഗൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലോ ബ്രേക്ക് ചെയ്യില്ലേ, ബ്രേക്കിംഗ് ദ ലോ എന്നുള്ളതിനെയാണ് ഇല്ലീഗൽ, അതിനെയാണ് നമ്മൾ ഫോർബിഡൻ ബൈ ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് പറയാം നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോഫുൾ അല്ല. അതേപോലെ ഇഫ് ഇറ്റ് ഡിഫീറ്റ്സ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ, ആ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലെ എന്തെങ്കിലും കാര്യങ്ങളെ നമ്മൾ എതിർക്കുകയോ തടയുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ലീഗാലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലൻറ്റ്, ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ആണെങ്കിൽ അവിടെയും നമുക്ക് ലീഗാലിറ്റി ഇല്ല. ദെൻ ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് ഓർ ഇംപ്ലൈസ് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് ദി അനദർ, 2 പേര് ചേർന്നിട്ടാണല്ലോ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്തെങ്കിലും അപായപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ആൾക്ക് ഇഞ്ചുറി വരുന്ന രീതിയിലോ ആണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതും ലീഗാലിറ്റീനെ ബാധിക്കും. ഇമ്മോറൽ ആയിട്ടുള്ള ഏതൊരു ആക്ടിവിറ്റീനെയും ബാധിക്കുന്നതായിരിക്കും. അതേപോലെ ഇഫ് ഇറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി, അതായത് നമ്മുടെ പബ്ലിക്കിന് കുറച്ച് പോളിസികളുണ്ട്. അപ്പോൾ ആ പോളിസികൾക്ക് എതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ലീഗാലിറ്റി ആ ഒബ്ജക്റ്റിനില്ല എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എന്തൊക്കെയാണ് പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് എന്നിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. എഗ്രിമെൻറ്റ്സ് ഫോർ ട്രേഡിംഗ് വിത്ത് ഏലിയൻ എനിമി, അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാകിസ്ഥാൻ, അപ്പോൾ അവിടെയുള്ള ആളുകളെയാണ് നമ്മൾ ഏലിയൻ എനിമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ യാതൊരു തരത്തിലുള്ള എഗ്രിമെൻറ്റിലും ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തത്. പിന്നെ എഗ്രിമെൻറ്റ്സ് ടു കമ്മിറ്റ് എ ക്രൈം ഓർ ടു ഇൻഡംനിഫൈ എ പേഴ്സൺ ഫോർ ഹിസ് ക്രിമിനൽ ആക്ട്, ഒരു ക്രൈം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ആണെങ്കിൽ അവിടെ ലീഗാലിറ്റി ഉണ്ടായിരിക്കില്ല. അത് പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആണ്. അതേപോലെ ഇൻ്റർഫിയറിങ് വിത്ത് കോഴ്സ് ഓഫ് ജസ്റ്റിസ്, അതായത് എന്തെങ്കിലും നീതി നടപ്പാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള, അത് 2 വട്ടം വന്നിട്ടുണ്ട്, നീതി നടപ്പാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൽ തടയുകയോ അതിനെ വേണ്ടാന്ന് വെക്കുകയോ ഒക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഗ്രിമെൻറ്റ്സ്. പിന്നെ എഗ്രിമെൻറ്റ്സ് ഓഫ് ചാമ്പേർട്ടി ആൻഡ് മെയിൻ്റനൻസ്, അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇതിൽ ചാമ്പേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പേർട്ടീൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്, നമ്മളിപ്പോൾ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കുകയാണ്. ഇപ്പം ഒരാൾക്ക് ഒരു ലോൺ കിട്ടണം. ലോൺ കിട്ടാനായിട്ട് എത്രയാണ്ട് പെർസെൻറ്റേജ് പൈസ കാണിക്കണമെന്ന് പറയുവാണ്. അങ്ങനെ ആ പൈസ കാണിക്കാൻ വേണ്ടി ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അയാളോട് പറയാണ്, നിങ്ങൾക്ക് ആ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര ശതമാനം എനിക്ക് തരണം. അപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി പൈസ കൊടുക്കുകയാണ്, പേയിങ് ഫോർ സംവൺ, ആർക്കോ വേണ്ടി നമ്മൾ പൈസ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് എ ഷെയർ ഓഫ് ദി മണി ഇഫ് ദേ വിൻ.
ആ പൈസയ്ക്ക് അല്ലെങ്കിൽ ആൾ ജയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് പൈസ നമുക്ക് കിട്ടാൻ വേണ്ടി, അപ്പം തിരിച്ചെന്തോ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് ചാമ്പർട്ടി എന്ന് പറയുക. ഓക്കെ, ഇനി മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇതേപോലെ പേയിങ് ഫോർ സമ്മൺ തന്നെയാണ്, ബട്ട് ജസ്റ്റ് ടു ഹെൽപ്പ് ദം ഫൈറ്റ്. അവരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ അവർ ജയിക്കാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കുന്നതിനെയാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി? രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യത്തിനും നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പബ്ലിക് പോളിസിക്ക് എതിരായിട്ടാണ് പറയുന്നത്. അപ്പോൾ ചാമ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുന്നു. അതിപ്പോൾ എവിടെ എഴുതാം? ഓക്കെ, ഇവിടെ ഞാൻ ചെറുതാക്കി എഴുതുന്നുണ്ട്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ചാമ്പർട്ടി എന്ന് പറയുന്നത് പേയിങ് ഫോർ someone to get a share of the money, to get the share of the money if they win. ഓക്കെ, ഇതാണ് ചാമ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഇതിലെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മെയിൻ്റനൻസ് ആയിട്ട് പറയുന്നത് ഇതേപോലെ തന്നെ പേയിങ് ഫോർ someone just to help them fight. ഓക്കെ, ആൾക്ക് ആ ഒരു പൊരുത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ആളെ സഹായിക്കുന്നതാണ്, തിരിച്ച് പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ സഹായിക്കുന്നത്. പക്ഷെ രണ്ട് കേസിലും എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. ദെൻ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്, എഗ്രിമെൻറ്റ്സ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ്, എഗ്രിമെൻറ്റ് കർട്ടെയിലിംഗ് ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. അതായത് നമ്മുടെ നിയമ നടപടികൾ തടയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു എഗ്രിമെൻറ്റിലും പീരീഡ് ഓഫ് ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ടാവും. അതായത് 1 മാസത്തിനുള്ളിൽ, 2 മാസത്തിനുള്ളിൽ, 2 ആഴ്ചയ്ക്കുള്ളിൽ, അങ്ങനെ ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി ഒക്കെ നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട അതൊക്കെ എന്താണെന്നാണ് പറയുന്നത്? ഇല്ലീഗലാണ്. ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവില്ല. ദെൻ അടുത്തത് എഗ്രിമെൻറ്റ്സ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസ്, ടൈറ്റിൽസ്, അപ്പോയിൻമെൻറ്റ്സ്. പബ്ലിക് ഓഫീസ്, ടൈറ്റിൽസ്, അപ്പോയിൻമെൻറ്റ്സിൻ്റെ ഒക്കെ സെയിലിന് വേണ്ടി നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പാടില്ല. അതേപോലെ പാരൻ്റൽ റൈറ്റ് തടയുന്നതിന് വേണ്ടി, പേഴ്സണൽ ലിബർട്ടി തടയുന്നതിന് വേണ്ടി, മാരേജ് ബ്രോക്കറേജ്, അതായത് ഇപ്പോൾ ചില കേസിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കാൻ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ കല്യാണം മുടക്കാൻ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ മാരേജ് തടയാനായിട്ട്, ട്രേഡ് തടയാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, മോണോപോളീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ നോട്ട് ടു ബിഡിന് വേണ്ടിയിട്ടുള്ളത്, അതായത് ലേലം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി എലക്ഷൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എലക്ഷൻ ഓഫീസ് അവരേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം പഠിക്കണമെന്നൊന്നുമില്ല, ഇതിന് സിമ്പിളായിട്ടുള്ള ഒരു 5-6 നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ പോളിസികളെല്ലാം തന്നെ മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ടാണ് വരുന്നത്? അൺലോഫുൾ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ 7th ചാപ്റ്ററിൽ പറയുന്ന കാര്യം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ 8th ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് വോയിഡ് എഗ്രിമെൻറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ വോയിഡ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? നോട്ട് വാലിഡ്, വാലിഡ് അല്ല എന്നുള്ളൊരു മീനിങ് ആണ്. സോ നമ്മുടെ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ G ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം വോയിഡ് എഗ്രിമെൻറ്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വോയിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്? നോട്ട് വാലിഡ്. അതായത് നമുക്കത് കോടതിയുമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. നോട്ട് എൻഫോഴ്സബിൾ ബൈ ലോ, അല്ലേ? നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുക. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു എഗ്രിമെൻ്റ് ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്, അല്ലേ? എഗ്രിമെൻ്റ് ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. ഈ എഗ്രിമെൻറ്റിൽ ലോ കൂടി വരുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് തന്നെ അത് വോയിഡായി. ഇനി അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക്. ഇനി അതിൽ നിയമം ചേർക്കാനൊന്നും പറ്റില്ല. അത് ഓൾറെഡി വോയിഡായി. അത് എന്തായി പോയി? അത് ക്യാൻസലായി പോവാണ് ചെയ്യുന്നത്.
കോൺട്രാക്റ്റിൻ്റെ അവിടേക്കൊന്നും എത്തിയില്ല, നിയമം കൂടി ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് എന്തായിപ്പോയി, ഇല്ലാതായി പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എഗ്രിമെൻറ്റിൻ്റെ സ്റ്റേജിൽ തന്നെ അത് വോയിഡായി പോയെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ്? വോയിഡ് അബ് ഇനീഷ്യോ. ഇത് ഞാൻ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറയുന്നത്. അതായത് ഫ്രം ദ വെരി ബിഗിനിങ്, തുടക്കം എഗ്രിമെൻ്റ് വെച്ചാൽ നമ്മൾ തുടങ്ങുക, എഗ്രിമെൻറ്റിൻ്റെ സ്റ്റേജിൽ തന്നെ അത് ക്യാൻസലായിപ്പോയി, വോയിഡായിപ്പോയി, അതിന് പറയുന്ന പേര് വോയിഡ് അബ് ഇനീഷ്യോ എന്നുള്ളതാണ്. അതിലിനി ലോ ആഡ് ചെയ്യാനും അത് കോൺട്രാക്റ്റായി മാറാനുള്ള സമയമൊന്നുമില്ല, അതിന് മുന്നേ തന്നെ അത് വോയിഡായി ക്യാൻസലായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് വോയിഡ് എഗ്രിമെൻറ്റ്. ഇനി അതിൽ വേറൊരു എഗ്രിമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അൺസർട്ടൈൻ എഗ്രിമെൻറ്റ്. എന്താണ് അൺസർട്ടൈൻ എഗ്രിമെൻറ്റ്? ദി അൺസർട്ടനിറ്റി മേ ബി ഇൻ റെസ്പെക്ട് ഓഫ് ദി ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ് ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ എഗ്രിമെൻറ്റ്. അൺസർട്ടൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് മീനിങ് നോട്ട് സർട്ടൈൻ ഓർ ക്യാപ്പബിൾ ഓഫ് ബീങ് മെയ്ഡ് സർട്ടൈൻ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനൊരു സർട്ടൈനിറ്റി ഇല്ല, ഒരു നിശ്ചിതമായിട്ടുള്ളൊരു കാര്യം ഇല്ല എന്ന് നമ്മൾ പറയില്ലേ, അതിനെയാണ് അൺസർട്ടൈൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആക്ച്വലി നമുക്കറിയില്ല, അതിലെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഫുള്ളി ക്ലിയർ ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അൺസർട്ടൈൻ എഗ്രിമെൻ്റ് എന്ന് പറയുക. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ള കാറ് ഞാൻ ഒരു എമൗണ്ടിന് ഞാൻ മേടിക്കാം. ഏത് എമൗണ്ടിന്? അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്ന് മേടിക്കും? അതും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആ ഡിസ്കഷനുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് ആക്ച്വലി വേസ്റ്റ് ഓഫ് ടൈം ആണ്. അവിടെ കൃത്യമായിട്ട് യാതൊരു കാര്യവും ഞാൻ സംസാരിക്കുന്നില്ല, അതിൻ്റെ പ്രൈസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പീരീഡിനെ പറ്റിയിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ അൺസർട്ടൈൻ എഗ്രിമെൻ്റ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും എഗ്രിമെൻറ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊന്ന് എഴുതി വെക്കാം, ദാറ്റ് നോബഡി നോസ് വാട്ട് ടു ഡു. അവിടെ രണ്ട് കൂട്ടർക്കും അറിയില്ല എന്താ ചെയ്യാൻ പോണേന്നുള്ളത്, രണ്ട് കൂട്ടർക്കും അറിയില്ല. സോ ഇറ്റ് ഈസ് എ ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ അത് വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എഴുതുക കേട്ടോ. അപ്പോൾ എ ഡീൽ ദാറ്റ് നോബഡി നോസ് വാട്ട് ടു ഡു സോ it is a total waste of time. അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് വേജറിങ് എഗ്രിമെൻറ്റിൻ്റെ എസെൻഷ്യൽസ്. അതിന് മുന്നേ നമുക്ക് വേജറിങ് എഗ്രിമെൻ്റ് എന്താണ് എന്നുള്ളതൊന്ന് നോക്കണം. വേജറിങ് എഗ്രിമെൻറ്റ് എന്താണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടില്ല, അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് അത് നിങ്ങൾക്ക് എഴുതി തരാം. വേജറിങ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ബെറ്റ്. നമ്മൾ ബെറ്റ് വെക്കില്ലേ, ആ ബെറ്റ് വെക്കുന്നതിനെയാണ് നമ്മൾ വേജറിങ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വേർ യു എയ്തർ വിൻ ക്യാഷ്. ഇവിടെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പൈസയ്ക്കൊക്കെയാണല്ലോ ബെറ്റ് വയ്ക്കുക. ഇപ്പോൾ അർജൻറ്റീന ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് 2000 രൂപ തരാം, തോറ്റു കഴിഞ്ഞാൽ നീ എനിക്ക് 2000 രൂപ തരണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. അല്ലെങ്കിൽ ഓർ ലോസ് ഇറ്റ് ബേസ്ഡ് ഓൺ ലക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടെന്ന് വരാം, ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ബെറ്റ് വെക്കുക അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ വേജറിങ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേജറിങ് എഗ്രിമെൻറ്റ് ചോദിച്ചാൽ ബെറ്റാണ് എന്നുള്ളത് എഴുതുക, ബെറ്റ് എന്നുള്ള വേർഡൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അത് എഴുതിക്കോളും, ഞാൻ തന്നിരിക്കുന്ന ലൈൻ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതൊരു വേജറിങ് എഗ്രിമെൻ്റ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം? അതായത് ഇപ്പോൾ ഞാൻ പറയണം, ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അർജൻറ്റീനയുടെ ഫൈനൽ അവരുടെ മാച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ബെറ്റ് വയ്ക്കുവാണ് ഫ്രണ്ടിൻ്റെ അടുത്ത്, അർജൻറ്റീന ജയിക്കുവാണെങ്കിൽ ഞാൻ 2000 രൂപ തരാം, ഇല്ലാന്നുണ്ടെങ്കിൽ നീ എനിക്ക് 2000 രൂപ തരണം എന്ന് പറഞ്ഞിട്ട് ബെറ്റ് വയ്ക്കുവാണ്. അപ്പോൾ ഈ ബെറ്റ് വയ്ക്കുന്നത് ഇതൊരു വേജറിങ് എഗ്രിമെൻ്റ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി വേജറിങ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ടാട്ടോ പറയുന്നത്, ബെറ്റ് വയ്ക്കാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു അൺസർട്ടൈൻ ഇവൻ്റ് ആയിരിക്കണം. അതായത് നമുക്ക് രണ്ട് പേർക്കും ഇതിലെന്ത് നടക്കുമെന്നുള്ളത് അറിയില്ല, രണ്ട് കൂട്ടർക്കും ഇതിലെന്ത് സംഭവിക്കും എന്നുള്ളത് യാതൊരു ഐഡിയയും ഉണ്ടാവാൻ പാടില്ല. ദെൻ രണ്ടാമത്തത് മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ആൻഡ് ലോസ്. ഇവിടെ ഒരാൾക്ക് കൂടുതൽ
ലാഭം, ഒരാൾക്ക് കൂടുതൽ നഷ്ടം, അങ്ങനെയില്ല. രണ്ട് പേർക്കും ഇവിടെ എന്താണ് ഈക്വൽ ചാൻസ് ഉണ്ട് നഷ്ടം സംഭവിക്കാനും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടും, അല്ലേ? ഇനി അടുത്തത് നെയ്തർ പാർട്ടീസ് കൺട്രോൾ ഓവർ ദി ഇവന്റ്. രണ്ട് കൂട്ടർക്കും ഇതിൽ ഒരു ഇവന്റിലൊരു എന്താ പറയുക, ഒരു കൺട്രോൾ ഉണ്ടാവാനായിട്ട് പാടില്ല. അതായത് ഇപ്പോൾ അവിടുത്തെ റെഫറിയോ കാര്യങ്ങളോ ഒന്നും ആവാനായിട്ട് പാടില്ല എന്ന് നമ്മളിതിൽ യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്തത് നോ അതർ ഇൻട്രസ്റ്റ് ഇൻ ദി ഇവന്റ്. ഈ ഒരു ഇവന്റിൻ്റെ മേലെ വേറെ തരത്തിലുള്ള ഇൻട്രസ്റ്റോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ദെൻ ഇതിൽ പ്രോമിസ് ടു പേ മണി ഓർ മണീസ് വർത്ത്. ഇവിടെ നമ്മൾ ഒരു പണമോ പണത്തിൻ്റെ മൂല്യമുള്ള എന്തെങ്കിലോ കൈമാറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 2000 രൂപ എന്നുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വേജറിങ്ങിൽ വരികയാണ്. ദെൻ അടുത്തത് ദ ബെറ്റ് മണി ഷുഡ് കം ഔട്ട് ഓഫ് ദ പോക്കറ്റ്സ് ഓഫ് ദി പാർട്ടീസ് ദംസെൽവ്സ്. ഇവിടെ ഞാൻ പറയാണ് ഇപ്പം അർജൻറ്റീന ജയിക്കുവാണെങ്കിൽ 2000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറയാണ് അർജൻറ്റീന ജയിക്കുവാണെങ്കിൽ എൻ്റെ ബ്രദർ നിനക്ക് 2000 രൂപ തരും. അങ്ങനെ പറയരുത്. അതായത് ഈ ബെറ്റ് വയ്ക്കുന്ന ആളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ വേണം പൈസ പോകാനായിട്ട്, അല്ലാതെ അവൻ തരും ഇവള് തരും എന്നൊന്നും പറയാൻ പാടില്ല. അപ്പം ഇങ്ങനെയുള്ള രീതിക്കാണ് നമ്മൾ ബെറ്റ് വെച്ചിരിക്കണേ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വേജറിങ് എഗ്രിമെൻ്റ് ആണ്, അത് ഇല്ലീഗലായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് എക്സംഷൻ കേസുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില കേസിന് വേജറിങ് എഗ്രിമെൻ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും അതിനെ വേജറിങ് ആയിട്ട് കണക്കാക്കില്ല എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ സാഹചര്യങ്ങളെയാണ്? കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിന്. അതായത് ഈ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിലും നമ്മൾ ഇങ്ങനെയൊക്കെ രീതിക്കായിരിക്കും. അതായത് ഈ ലോഡ് വന്നു കഴിഞ്ഞാൽ 10 ചാക്ക് അരി ഞാൻ തരാം, ഇല്ലെങ്കിൽ നീ ആ പൈസ എനിക്ക് തരണം, അങ്ങനത്തെ രീതിയിലൊക്കെ കച്ചവടത്തിന് നമ്മൾ ബെറ്റ് വയ്ക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു വേജറിങ് ആയിട്ട് കൂട്ടൂല എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ആണ്. സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഗോൾഡ് പോലെയുള്ളതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ എക്സ്ചേഞ്ചൊക്കെ ഇല്ലേ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു വേജറിങ്ങിൽ കൂട്ടൂല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹോഴ്സ് റേസിംഗ് ആണ്. ഇത് പണ്ടൊക്കെ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഹോഴ്സ് റേസിങ്ങിൻ്റെ കേസ് എക്സംഷനിൽ എങ്ങനെയാണ് പറയണേന്നുള്ളത്. അപ്പോൾ ഈ ഹോഴ്സ് റേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹോഴ്സ് റേസ് കാണാനായിട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു ഹോഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഹോഴ്സ് വിൻ ചെയ്യുകയാണെങ്കിൽ നീ എനിക്ക് 2000 രൂപ തരണം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരാം എന്നുള്ള രീതിക്ക് അങ്ങനെ നമ്മളൊരു ഹോഴ്സിനെ സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, it is not unlawful if the value of such price or money is ₹500 or more. അതായത് നമ്മൾ 500 രൂപയ്ക്കോ അതിന് മുകളിലോ ആണ് ബെറ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. 500 രൂപയിൽ താഴെ ബെറ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വേജറിങ് ആവും. 500 500ന് മുകളിലോ ഉള്ള രീതിക്കാണ് നമ്മൾ ബെറ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലോട്ടറീസ്. ഒരു കണക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ ലോട്ടറി എടുക്കുന്നത് ഒരു ബെറ്റ് വെക്കൽ പോലെയാണ്, അല്ലേ? നമ്മൾ പൈസ കൊടുക്കുന്നു, ലോട്ടറി എടുക്കുന്നു, അടിച്ചാൽ അടിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ രീതിക്കാണ്. അപ്പോൾ ലോട്ടറീസും അവിടെ നമുക്ക് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടാം. പക്ഷേ ഇതും ഒരു വേജറിങ് ആയിട്ട് കണക്കാക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രൈസ് കോമ്പറ്റീഷൻ. ചിലപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻസ് അങ്ങനെ എന്തെങ്കിലും അത്ലറ്റിക് കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്തും ഇതേപോലെ നമുക്കൊന്നില്ലെങ്കിൽ ജയിക്കാം, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, ജയം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും വേജറിങ്ങിൽ കൂട്ടൂല. ഇതിവിടെ അത്ലറ്റിക് കോമ്പറ്റീഷൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു വേജറിങ് ആയിട്ട് പറയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ എക്സംഷൻ കേസുകളാണ്. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോൺട്രാക്ട്സ് ഓഫ് ഇൻഷുറൻസ് ആണ്. കോൺട്രാക്ട്സ് ഓഫ് ഇൻഷുറൻസും നമുക്ക് ചിലപ്പോൾ ഒരു ബെറ്റ് വെക്കൽ പോലെ ഒരു വേജറിങ് പോലെ തോന്നിയേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 കൂട്ടരുണ്ട്. 2 പേരും അൺസർട്ടൻ ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. അതായത് ഇപ്പം ഞാനൊരു ഫയർ ഇൻഷുറൻസ് എടുത്തു. ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫയർ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിന് ഇപ്പോൾ ഒരു 2 ഇയേഴ്സിലേക്ക് കേട്ടോ, 2 ഇയേഴ്സിലേക്കാണ് ഞാൻ ഫയർ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. മാസം ഒരു 1000 രൂപ എന്നുള്ള രീതിക്കാണ് ഞാൻ എന്തെടുത്തിരിക്കുന്നത്, ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിന് ഈ 2 വർഷത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഇതൊരു എന്താ പറയുക 4 ലക്ഷം രൂപയുടെ കവറേജാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു 4 ലക്ഷം രൂപ എനിക്ക് എങ്ങാനും ഈ 2 കൊല്ലത്തിൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ എഗ്രിമെൻറ്റ്. അപ്പോൾ
ഞാൻ ഈ ഫയർ ഇൻഷുറൻസ് ചേരുന്നത് ഭാവിയിൽ നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അൺസർട്ടൈൻ ആണ്, എനിക്കറിയില്ല ഇത് നടക്കോ ഇല്ലയോ എന്നുള്ളൊരു അറിയില്ല. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ മണി ഓർ മണീസ് വർത്തിൽ ഒരു കാര്യം നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്, ഇല്ലേ? പണമോ പണത്തിൻ്റെ മൂല്യമുള്ള ഒരു കാര്യം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഇവിടുത്തെ കേസിൽ 1000 രൂപ മാസം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇല്ലേ? അതേപോലെ തന്നെ എന്താണ്, ചിലപ്പോൾ നമുക്ക് ഫയർ വന്നിട്ട് ആ പൈസ കിട്ടാം, ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ പൈസ അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമുക്ക് കിട്ടും, ഇല്ലേ? നമുക്ക് ഫയർ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ചതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല എന്ന് തോന്നുന്നു, നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതൊരു വേജറിങ് ആയിട്ടൊക്കെ തോന്നും ഇൻഷുറൻസ്. പക്ഷെ ഒരിക്കലും കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഒരു വേജറിങ്ങിൽ കൂട്ടൂല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 parties. വൺ പാർട്ടി അണ്ടർടേക്സ് ദ ഇൻഡംനിഫൈ ദി അതർ പാർട്ടി അഗെയിൻസ്റ്റ് ദ ലോസ്. ഇൻഡംനിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നഷ്ടം നികത്തുക. അപ്പോൾ ഇവിടെ ഒരു പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഞാനുമുണ്ട്, ഇൻഷുറൻസ് കമ്പനിയുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനിയാണ് എൻ്റെ നഷ്ടം നികത്താൻ നിൽക്കുന്ന കമ്പനി, മീൻസ് ആളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ഒരു ഇൻഷുറൻസ് ചേരുന്നു, അതിൽ നഷ്ടം വരികയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എനിക്കത് ക്ലെയിം ചെയ്ത് തരുന്നു. അതാണ് നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, ലൈഫ് ഇൻഷുറൻസ് ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയിൽ നമ്മൾ പറയില്ല. ബാക്കി എല്ലാ ഇൻഷുറൻസുകളും കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി ആണ്, എക്സെപ്റ്റ് ദി ലൈഫ് ഇൻഷുറൻസ്. കാരണം ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും ഒരു നഷ്ടം നികത്തലല്ല. നമുക്കൊരു ആളുടെ മരണത്തിന് ശേഷമൊക്കെ കിട്ടുന്ന എമൗണ്ടിനെയാണ് ആക്ച്വൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുക. അപ്പോൾ ഒരു മരണത്തിന് ശേഷം വലിയൊരു തുക കിട്ടുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അവരുടെ കുടുംബത്തിന് ആ പൈസ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഇതേ നഷ്ടം, നിങ്ങളുടെ നഷ്ടം നികത്തി ആ പൈസ കൊണ്ട് തന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മരിച്ചുപോയ ഒരാൾ ഒരിക്കലും നമുക്ക് എത്ര പൈസ കൊടുത്താലും അതിന് തുല്യാവില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ലൈഫ് ഇൻഷുറൻസിനെ മാത്രം നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയില്ല. ബാക്കി എല്ലാ കോൺട്രാക്റ്റുകളും കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി ആണ്. നഷ്ടം നികത്തൽ അവിടെ നടക്കുന്നുണ്ട്. ഫയർ ഇൻഷുറൻസ് ആയിക്കോട്ടെ, മറൈൻ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് എത്രയാണ് നഷ്ടപ്പെട്ടത് അത് നമ്മൾ അവിടെ പൈസയുടെ രൂപത്തിൽ നികത്തി കൊടുക്കുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും അങ്ങനെ നമുക്ക് നികത്തി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് അതിൽ പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആണ് പറയുന്നത് കേട്ടോ. വേജറിങ്ങിൻ്റെയും ഇൻഷുറൻസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആണ്, അത് നമ്മൾ പറഞ്ഞു, അത് വോയിഡ് ഒന്നും അല്ല. പക്ഷെ വേജറിങ് എന്ന് പറഞ്ഞാൽ ബെറ്റ് വെക്കൽ വോയിഡാണ്. ഇനി ഇൻഷുറൻസിൻ്റെ കേസിൽ അവിടെ നമുക്കൊരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും സബ്ജക്ട് മാറ്ററിൻ്റെ അടുത്ത്. പക്ഷെ വേജറിങ്ങിൽ അങ്ങനെ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്, എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ഒഴികെ എല്ലാ കോൺട്രാക്റ്റുകളും ഇൻഡംനിറ്റിയാണ്, കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയാണ്. പക്ഷേ വേജറിങ്ങിൻ്റെ കേസിൽ അതൊരു നഷ്ടം നികത്തലൊന്നുമല്ല, അത് ആക്ച്വലി ഒരു എമൗണ്ട് ഫിക്സഡ് ആയിട്ട് വെക്കുന്നതാണ്, അല്ലെ, ബെറ്റ് വെക്കുന്നതാണ്. ഇനി അടുത്തത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, എനിക്ക് പൈസ തരാൻ നിൽക്കുന്ന ഇൻഷുറൻസ് കമ്പനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ വേജറിങ് അഗ്രിമെൻറ്റിൻ്റെ കേസിൽ ഇവിടെ വൺ ഓഫ് ദി പാർട്ടീസിന് മാത്രമായിരിക്കും അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇനി അടുത്തത് നമ്മുടെ ഇൻഷുറൻസിൻ്റെ കേസിൽ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആൻഡ് കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷൻസ് ഓഫ് റിസ്ക് ഉണ്ടായിരിക്കും. എത്ര റിസ്ക് എങ്ങനെയൊക്കെ വന്നു, അതിന് ഇത്ര എമൗണ്ട് എന്നുള്ള രീതിക്കുള്ള കാൽക്കുലേഷൻ ഉണ്ടാവും. പക്ഷേ നമ്മുടെ വേജറിങ് അഗ്രിമെൻറ്റ്സിൽ അങ്ങനെ ഗാംബ്ലിങ്ങിലൊന്നും കാൽക്കുലേഷൻ ഓഫ് റിസ്ക് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് വേജറിങ് അഗ്രിമെൻറ്റ്സും ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ 7ഉം 8ഉം ചാപ്റ്റർ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മുന്നത്തെ ചാപ്റ്റേഴ്സും ഇതേപോലെ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞ നോട്ട്സ് സഹിതം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.